ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന യുഎഇയുടെ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം നടത്തിയതായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എന്ന അഡ്ഹോക് സ്ഥിരീകരിച്ചു. സംഭവത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ഇത് കടൽക്കൊള്ളയാണെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. യുഎഇയുടെ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ശനിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അബുദാബി നാഷണൽ ഓയിൽ കമ്പനി എന്ന അഡ്നോക്ക് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെയാണ് അഡ്നോക്കിന്റെ കപ്പലിന് നേരെ മിസൈൽ പതിച്ചതെന്ന് കമ്പനി വ്യക്തമാക്കി. അതേസമയം സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ എന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും പൊതുജനങ്ങളോട് യുഎഇ അധികൃതർ അഭ്യർത്ഥിച്ചു. അതേസമയം ആക്രമണത്തെ യുഎഇ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. കപ്പലിനെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചത് ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി പ്രമേയത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നും വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിടുന്നതും രാജ്യാന്തര കടൽപാതകൾ തടസ്സപ്പെടുത്തുന്നതും അംഗീകരിക്കാനാവില്ലെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടി. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കടൽക്കൊള്ളയ്ക്ക് സമാനമായ നടപടികളാണ് ചെയ്യുന്നതെന്നും യുഎഇ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. ഇത്തരം നടപടികൾ മേഖലയുടെ സ്ഥിരതയ്ക്കും ജനങ്ങളുടെ സുരക്ഷയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച അഡ്നോക്കിന്റെ 16ാമത്തെ കപ്പലാണ് മിസൈൽ ഡ്രോൺ ആക്രമണം നേരിടുന്നത്. സംഭവത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. എൽവിസ് ചുമ്മാർ, Jai Hind News, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.